എൻ്റെ പേര് രമ്യ. ഞാൻ കുമാരനെല്ലൂരാണ് എൻ്റെ സ്ഥലം. ഇത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കാൻ വേണ്ടി നോക്കിയതാണ്. അയാളുടെ ജീവിതത്തിനും അയാളുടെ അതിനെല്ലാത്തിനും മെയിനായിട്ടുള്ളൊരു തടസ്സക്കാർ ഞാൻ മാത്രമാണ്. അയാൾ പറയുന്നത് ഭാര്യയായിട്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ സ്വത്തിന് ഞാൻ അവകാശിയാണ്. അങ്ങനെ നീയും മക്കളും, എനിക്ക് 3 മക്കളാണ് ഉള്ളത്, നീയും 3 മക്കളും അങ്ങനെ സുഖിച്ച് വാഴേണ്ടെന്ന്, എന്നെ ഒന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ആ 3 എണ്ണത്തിന് എന്നെയും കൂടെ മുറിയിലിട്ടിട്ടാണ് അയാൾ ചവിട്ടി കൂട്ടുന്നത്. നന്നായിട്ട് അയാൾ ഉപദ്രവിക്കും. ഇപ്പോൾ അയാളൊരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. ആ വാടക വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിനക്ക് ഞാൻ മെഡിസിനൊക്കെ തരും, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട്, ഞാൻ ഓടാതിരിക്കാൻ വേണ്ടി അയാൾ ചെയ്തതാണ്, തുണിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് അയാൾ എന്നെ കൊല്ലാൻ നോക്കിയത്. അയാൾ പറയുന്നത് എൻ്റെ തലയും എൻ്റെ മുഖവും ഒക്കെ ഭിത്തിക്കിട്ടുമൊക്കെ അടിച്ച് എൻ്റെ മുഖത്തെ എല്ലെല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് സൈഡ് തലയെല്ലാം ബാക്കി ഭിത്തിയിൽ വെച്ചിട്ട് അടിച്ചടിച്ചടിച്ച് അയാൾ പൊട്ടിച്ച. എന്നിട്ടും അയാളുടെ ഇത് തീരുന്നില്ല. ഒരു ലേഡി എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനേ പറ്റത്തില്ല. അയാൾ ഒരു ചപ്പാത്തിക്കോലും എടുത്തുകൊണ്ട് വന്ന് ഒരു പെപ്പർ സ്പ്രേയുടെ ഒരു ബോട്ടിലും കൂടെ എടുത്തുകൊണ്ട് വന്ന്, അത് എനിക്ക് പുറമേ പറയാൻ പറ്റത്തില്ല അയാൾ എവിടെയാണ് അത് സ്പ്രേ ചെയ്യാൻ വരുന്നതെന്ന്. അതിനു വേണ്ടി അയാൾ ശ്രമിക്കുമ്പോഴാണ് പുറത്തെ ഡോറിൻ്റെ അവിടെ കൊട്ട് കേൾക്കുകയും ഞാൻ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ആ രാത്രി ഞാൻ കഴിയത്തില്ലായിരുന്നു, കവർ ചെയ്തു പോലും ഇല്ലായിരുന്നു. അതുപോലെ അവശതയിലായിരുന്ന എന്നെ അയാൾ നിലത്തൂടെ വലിച്ചടിച്ച് അയാൾ രസിക്കുമായിരുന്നു. അയാൾ എന്നെ നിലത്ത് വലിച്ചടിച്ച് എൻ്റെ മുഖത്തും മൂക്കിനും വായ്ക്കും എല്ലാം ഇടിച്ച് എൻ്റെ തൊണ്ടയും പെടലിയും എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എൻ്റെ തലയെല്ലാം ഭിത്തിക്കിട്ടിട്ട് ഇടിച്ച് പിന്നെ എന്നെ നിലത്തൂടെ വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താഴെ വെക്കുമ്പോൾ എൻ്റെ മൂക്കിനകത്തുനിന്ന് ഒരു പൈപ്പ് പൊട്ടുന്നത് പോലെയാണ് ബ്ലഡ് ചാടുന്നത്. ബ്ലഡ് ചാടുന്നത് കണ്ടിട്ടും കണ്ടിന്യൂസ് അയാൾ ഇടി തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ എൻ്റെ പുറം, എൻ്റെ ബാക്ക് എല്ലാം ഇടിച്ചിട്ടുണ്ട്, എൻ്റെ കാല് കടി അതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആ നിലത്ത് കിടക്കുന്ന ബ്ലഡ് എല്ലാം കൂടെ അയാളൊരു തോർത്തിൽ പിഴിഞ്ഞിട്ട് രസിക്കുക. അയാൾ പറയുന്നത് നീ ഇനി പുറം ലോകം കാണത്തില്ല എന്ന്, പുറം ലോകം നിന്നെ ഞാൻ കാണിക്കത്തുമില്ലെന്ന്, ഒന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് തൂങ്ങിച്ചാകും, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ആ ഓരോ അടി എൻ്റെ ചെവിക്കല്ലിന് അടിക്കുമ്പോഴത്തേക്കിന് എൻ്റെ ചെവി കേൾക്കാതായി, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. നീ ഇനി ഇങ്ങനെ കണ്ടേച്ചാൽ മതിയെന്ന്, നീ ഇനി ജീവിക്കാൻ പാടില്ല എന്ന്. ഇവിടുത്തെ നിയമത്തിന് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പെണ്ണുങ്ങൾ കേസ് കൊടുക്കുന്ന കള്ളക്കേസാണെന്ന് നാട്ടിലെല്ലാം പ്രചരിക്കുന്നുണ്ട്. അതിനകത്ത് നിൻ്റെ ഒരു കേസ് ഒതുങ്ങി തീരത്തേ ഉള്ളൂ. അയാളുടെ പൈസയ്ക്ക് മേളിൽ ഈ ഇന്ത്യയിലെ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഭീഷണിയിലാണ് അയാളിപ്പോൾ ഇരിക്കുന്നത്.